റെയിൽവേ എക്സാം ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ KSEBയുടെ സബ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലാസ് നമ്പർ 4 RLC സർക്യൂട്ട്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. സോ ഇതൊരു RLC സീരീസ് സർക്യൂട്ടാണ്. സോ റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഇത് മൂന്നെണ്ണം നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്തേക്കുന്നു. ഒരു സീരീസ് കണക്ഷനിൽ വോൾട്ടേജിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR ആണ്, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC. ഇനി നമുക്ക് ആ ഫേസർ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഫേസർ ഡയഗ്രത്തിൻ്റെ കേസ് ആണെങ്കിൽ ദിസ് ഈസ് റെഫറൻസ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദിസ് RLC സീരീസ് സർക്യൂട്ട്. VR നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വോൾട്ടേജ് എക്രോസ് റെസിസ്റ്റർ അല്ലെങ്കിൽ VR എന്ന് പറയുന്നത് ഇൻ ഫേസ് ആയിരിക്കും, ഇൻ ഫേസ് വിത്ത് കറണ്ട് ആയിരിക്കും. സോ ദീസ് ടു ആർ ഇൻ ഫേസ്. ഇനി ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ VL, വോൾട്ടേജ് എക്രോസ് ഇൻഡക്ടർ, ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അത് ലാഗിങ് പവർ ഫാക്ടർ ആണെന്നറിയാം, 90 ഡിഗ്രി ലാഗിങ് ആണെന്നറിയാം. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും VLഉം Iയും തമ്മിൽ 90 ഡിഗ്രി ലാഗിങ് ഉണ്ട്. ഇനി VC, കപ്പാസിറ്റർ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും. കറണ്ടിനെ കാട്ടി 90 ഡിഗ്രി കപ്പാസിറ്റർ വോൾട്ടേജ് ലീഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ലീഡിങ് പവർ ഫാക്ടർ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും 90 ഡിഗ്രി ലീഡിങ് ആണ്. സോ ഈ VLഉം VCയും രണ്ട് വോൾട്ടേജും വെക്ടർ ക്വാണ്ടിറ്റീസാണ്, ഈക്വലും ഓപ്പോസിറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും VL ആണ് വലുത്, VC ചെറുത്. സോ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ VL മൈനസ് VC. സോ ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, VL മൈനസ് VL ഗ്രേറ്റർ ദാൻ VC ആണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ഡയഗ്രാം, ഈ ഫേസർ ഡയഗ്രാം. അതേപോലെ VC ആണ് വലുതെങ്കിൽ, VC ഈസ് ഗ്രേറ്റർ ദാൻ VL ആണെന്നുണ്ടെങ്കിൽ എന്തുവരും, ഈ ഫേസർ ഡയഗ്രാം ഈ ഒരു മോഡലിൽ വരും. അപ്പോൾ എഫക്റ്റീവ് വോൾട്ടേജ്, അതായത് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. മീൻസ് VC മൈനസ് VL. ഇനി VL ആൻഡ് VC ആർ സെയിം ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഫേസർ ഡയഗ്രാം. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഒരു സീരീസ് RLC സർക്യൂട്ടിൻ്റെ കേസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഇക്വേഷൻസും ഈ ഫോർമുലാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സീരീസ് RLC സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √R² + XL - XC ദ ഹോൾ സ്ക്വയർ. അതാണ്. അപ്പോൾ എന്താണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഇമ്പിഡൻസ്? അപ്പോൾ എന്താണ് ഇമ്പിഡൻസ് എന്ന് ചോദിച്ചാൽ, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ അത് റെസിസ്റ്ററിനെ കൂടാതെ ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ അല്ലെങ്കിൽ രണ്ടും, ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ സർക്യൂട്ടിലുണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. അപ്പോൾ എന്താണ് ഇമ്പിഡൻസ് എന്ന് ചോദിച്ചാൽ, ആ സർക്യൂട്ടിൽ ഒന്ന് എന്തായാലും റെസിസ്റ്റർ മസ്റ്റാണ്. ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ കൂടാതെ ചിലപ്പോൾ ഒരു കപ്പാസിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും ആയിരിക്കാം. ഇങ്ങനെ ഒരു കണ്ടീഷനുള്ളൊരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ സഫല പ്രതിരോധം നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പ്രതിരോധത്തിൻ്റെ ടോട്ടൽ വാല്യൂ, അതിന് നമ്മൾ പറയുന്നത്, അത് കൊണ്ടുവന്ന ടേമാണ് എന്ത്, ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. സോ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് റെസിസ്റ്ററിനെ എഫക്റ്റ് ചെയ്യും. ഈ XL - XC അതെന്താണ്, റിയാക്റ്റൻസ് ആണ്, എഫക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും, XL - XC എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കുക, Z = √R² + XL - XC ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഫേസ് ആംഗിൾ. Φ = tan ഇൻവേഴ്സ് XL - XC / R. അപ്പോൾ ഇനി നമുക്ക് tan φ എന്തെന്ന് എഴുതാം, tan φ = XL - XC / R എന്ന് എഴുതാം. ഈ ടാൻ അങ്ങ് അപ്പുറത്ത് പോയാൽ മതി. അപ്പോൾ tan φ = XL - XC / R. ആ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ആ ഒരു ഇക്വേഷൻ നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരും. നെക്സ്റ്റ് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. നമ്മൾ പവർ ഫാക്ടർ എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു R/Z. സോ പവർ ഫാക്ടർ cos y = R/Z. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, റെസിസ്റ്റൻസ് ഇമ്പിഡൻസ്. അത് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ്, ആവറേജ് പവർ കൺസ്യൂംഡ് പെർ സൈക്കിൾ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. AC സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ P = VI cos y ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വിക്ക് പകരം നമ്മൾ വേറെ ടൈം EI cos y. ഓക്കെ. നെക്സ്റ്റ് വൺ, സീരീസ് റെസൊണൻസ് ഇൻ AC സർക്യൂട്ട്. എന്താണ് സീരീസ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ, എന്താണ് റെസൊണൻസ് കണ്ടീഷൻ? ഒരു RLC സർക്യൂട്ടിലെ എന്താണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്
അപ്പോൾ എന്താണ് റെസൊണൻസ് ഇൻ ആൻ എ സി സർക്യൂട്ട് അല്ലെങ്കിൽ റെസൊണൻസ് ഇൻ ആൻ എൽ സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് നെറ്റ് റിയാക്ടൻസ് ഓഫ് സീരീസ് എൽ സി ആർ സർക്യൂട്ട് ഈസ് സീറോ. നെറ്റ് റിയാക്ടൻസിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ XL മൈനസ് XC, ഇതാണ് നെറ്റ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ സീറോ, ദിസ് ഈസ് ഈസ് ഈക്വൽ ടു സീറോ. XL മൈനസ് XC ഈസ് ഈക്വൽ ടു സീറോ മീൻസ് XL ഈസ് ഈക്വൽ ടു XC. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇതാണ് എന്തിൻ്റെ കണ്ടീഷൻ? ഒരു റെസൊണൻസിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നെറ്റ് റിയാക്ടൻസ് ഈസ് സീറോ. നെറ്റ് reactance is zero or inductive reactance is equal to capacitive reactance. This condition is called resonance. ഈ കണ്ടീഷൻ ഉള്ളപ്പോൾ ഉള്ള ഫ്രീക്വൻസി പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് റെസൊണൻസ് കണ്ടീഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ് ഇൻ എ എൽ സി ആർ സർക്യൂട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ XL ഈസ് ഈക്വൽ ടു XC. ഇതാണ് കണ്ടീഷൻ ഫോർ റെസൊണൻസ്. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഈ കണ്ടീഷൻ പറയുന്ന പേര് റെസൊണൻസ്. ഈ സമയത്തുള്ള ഈ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് റെസൊണൻസ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു 1/2π√LC. ഇവിടെ നമ്മൾ റേഡിയനിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി ആണെന്നുണ്ടെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC. ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം, ഒമേഗ ഈസ് ഈക്വൽ ടു 2πF ആണെന്നറിയാം. സോ എഫ് എന്ന് പറയുമ്പോൾ ആ 2π റൈറ്റ് സൈഡിൽ വരുന്നു. സോ F ഈസ് ഈക്വൽ ടു 1/2π√LC ഹെർട്സ്. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻറ്റ് ഫോമുലയാണ്. ഇനി എൽ സി ആർ സർക്യൂട്ടിൻ്റെ റെസൊണൻസ് കണ്ടീഷനിലുള്ള എന്തൊക്കെയാണ് റെസൊണൻസ് കണ്ടീഷനിലെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അറ്റ് റെസൊണൻസ് XL ഈസ് ഈക്വൽ ടു XC. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സോ അതുകൊണ്ട് VL ഈസ് ഈക്വൽ ടു VC. VL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ദെൻ Z ഈസ് ഈക്വൽ ടു R. ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഇതെങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം ഈ റെസൊണൻസ് കണ്ടീഷനിൽ. സോ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Z ഈസ് ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആണ്. സോ XLഉം XCയും ഈക്വൽ ആണ്. സോ XL മൈനസ് XC എന്ന് പറഞ്ഞ ടൈം അങ്ങ് ക്യാൻസൽ ആയി പോകും. സോ Z ഈസ് ഈക്വൽ ടു √R² എന്ന് വരും. സോ √R² എന്ന് പറഞ്ഞാൽ R ആണ്. സോ Z ഈസ് ഈക്വൽ ടു R. ഓക്കെ. സോ ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. റെസൊണൻസ് കണ്ടീഷനിലെ പ്രത്യേകതയാണ് ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഇതായിരിക്കും മിനിമം ഇംപെഡൻസ്. കാര്യം XL ഈസ് ഈക്വൽ ടു XC, ഈ ഒരു ടേം നമുക്ക് എന്തായി പോകുന്നു, ക്യാൻസലായി പോകുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ I ഈസ് ഈക്വൽ ടു V/R. കാര്യം അത് മാക്സിമം കറണ്ട് ആയിരിക്കും. I ഈസ് ഈക്വൽ ടു V/R. കാര്യം ഇംപെഡൻസിൻ്റെ വാല്യൂ എന്താണ്, മിനിമം ഇംപെഡൻസ് ആണ്. ഒരു സർക്യൂട്ടിൽ മിനിമം ഇംപെഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആയിരുന്നാൽ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. സോ I ഈസ് ഈക്വൽ ടു V/R, മാക്സിമം കറണ്ട്. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റി. എന്താണെന്ന് വെച്ചാൽ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റി എന്ന് വെച്ചാൽ ആ Z ഈസ് ഈക്വൽ ടു R ആയി മാറുന്നുണ്ട്. Z ഈസ് ഈക്വൽ ടു R. ദാറ്റ് മീൻസ് ആ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് മാറുന്നു. ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ എപ്പോഴും എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും. സോ cos φ ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് PI ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു VI വാട്ട്. ഇക്വേഷൻ നമുക്കറിയാം VI cos φ ആണെന്നറിയാം, പക്ഷേ cos φയുടെ വാല്യൂ 1 ആവുന്നു. സോ P ഈസ് ഈക്വൽ ടു VI. cos φയുടെ മാക്സിമം വാല്യൂ ആണ് 1. അതുകൊണ്ട് പവറും എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒരു റെസൊണൻസ് കണ്ടീഷനിലെ പവർ മാക്സിമം ആയിരിക്കും, അതേപോലെ കറണ്ടും മാക്സിമം ആയിരിക്കും, ഇംപെഡൻസ് മിനിമം ആയിരിക്കും. അതേപോലെ നേച്ചർ ഓഫ് ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് മാറുന്നു. കാര്യം Z ഈസ് ഈക്വൽ ടു R. XLൻ്റെ വാല്യൂം XCയുടെ വാല്യൂം ക്യാൻസലായി പോകുന്നു. XL ഈസ് ഈക്വൽ ടു XC ആയതുകൊണ്ട് XL മൈനസ് XC എന്ന ടൈമായി ക്യാൻസലായി പോകുന്നുണ്ട്. സോ നേച്ചർ ഓഫ് ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിൻ്റെ പ്രത്യേകത അറിയാം, അതിൻ്റെ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലായിരിക്കും എന്നും അറിയാം. സോ φ ഈസ് ഈക്വൽ ടു 0. സോ ഇത്രയും കാര്യങ്ങൾ ആണ് റെസൊണൻസ്. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് 4 കണ്ടീഷൻസ് ഓപ്ഷനിൽ തരും. ഇതിലേതെങ്കിലും 3 എണ്ണമായിരിക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്, ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. അതായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, റെസൊണൻസിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് AC പാരലൽ സർക്യൂട്ട് എന്താണെന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മൾ സീരീസ് സർക്യൂട്ടിനെ പറ്റിയാണ് പഠിച്ചത്. RLC സീരീസ് സർക്യൂട്ടിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി RLC പാരലൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം.
വെൻ 2 or more branches are connected in parallel, രണ്ടോ അതിൽ കൂടുതലോ ബ്രാഞ്ചസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ആ സർക്യൂട്ട് നമ്മൾ പറയും പാരലൽ സർക്യൂട്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പാരലൽ സർക്യൂട്ടിൻ്റെയും സീരീസ് സർക്യൂട്ടിൻ്റെയും മീൻസ് RLC സീരീസിൻ്റെയും പാരലൽ സർക്യൂട്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇംപിഡൻസ് അറ്റ് റെസണൻസ് ഈസ് മിനിമം. സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ ഇംപിഡൻസ് മിനിമം ആയിരിക്കും, പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ മാക്സിമം ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോളമാണ്. ഈ കോളത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ ഇംപിഡൻസിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും, പാരലൽ സർക്യൂട്ടിൽ മാക്സിമം ആയിരിക്കും. ഏത് കണ്ടീഷനിലാണെന്ന് വെച്ചാൽ റെസണൻസ് കണ്ടീഷനിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി കറണ്ട് അറ്റ് റെസണൻസിൽ സീരീസ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ കറണ്ട് മാക്സിമം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. പക്ഷേ പാരലൽ സർക്യൂട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്, മിനിമം. ഇനി എഫക്റ്റീവ് കറണ്ടിൻ്റെ വാല്യൂ V/R എന്ന് നമ്മൾ പഠിച്ചു. അവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ പാരലൽ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ വാല്യൂ V/L/CR. ഇക്വേഷൻ നോക്കിക്കോളുക. ഓക്കെ. നെക്സ്റ്റ് എഫക്റ്റീവ് ഇംപിഡൻസിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ നോക്കിയത് Z=R എന്ന് പഠിച്ചു. സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ Z=R എന്ന് പഠിച്ചു. സോ എഫക്റ്റീവ് ഇംപിഡൻസ് സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ R. ബട്ട് പാരലൽ സർക്യൂട്ടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ഇംപിഡൻസിൻ്റെ വാല്യൂ L/CR. ഓക്കെ. പവർ ഫാക്ടർ അറ്റ് റെസണൻസ് കണ്ടീഷനിലുള്ള പവർ ഫാക്ടർ സീരീസ് സർക്യൂട്ടിലും പാരലൽ സർക്യൂട്ടിലും യൂണിറ്റ് തന്നെയാണ്. ഇനി റെസണൻറ്റ് ഫ്രീക്വൻസി സീരീസ് സർക്യൂട്ടിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു 1/2π × LC. ബട്ട് പാരലൽ സർക്യൂട്ടിൻ്റെ കേസാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു ഇക്വേഷനാണ് 1/2π √1/LC -R² കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു സീരീസ് RLC സർക്യൂട്ട് മാഗ്നിഫൈസ് ഡാഷ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു സീരീസ് RLC സർക്യൂട്ട് വോൾട്ടേജ് മാഗ്നിഫൈ ചെയ്യുന്നു, പാരലൽ RLC സർക്യൂട്ട് കറണ്ട് മാഗ്നിഫൈ ചെയ്യുന്നു. സോ നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുക, ഒരു സർക്യൂട്ടിൽ എന്ത് ക്വാണ്ടിറ്റി ആണോ ഡിഫറൻറ്റ് അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു എന്നങ്ങ് ആലോചിച്ചിരിക്കുക. ഒരു സീരീസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ആയിരിക്കുമല്ലോ ഡിഫറൻറ്റ്, സോ അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ലെവലിലെങ്കിലും ആലോചിച്ച് വെച്ചേക്കുക. സോ ഒരു സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് മാഗ്നിഫൈ ചെയ്യുന്നു, ഒരു പാരലൽ സർക്യൂട്ടിൽ കറണ്ട് മാഗ്നിഫൈ ചെയ്യുന്നു. ആ മാഗ്നിഫിക്കേഷൻ ഫാക്ടറിനെയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ω/L/R. രണ്ടും സെയിം തന്നെയാണ്. ഈ L/R എന്ന് പറഞ്ഞാൽ ഒരു LR സർക്യൂട്ടിന് ടൈം കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് L/R. അതേപോലെ ഒരു CR സർക്യൂട്ടിനാണെന്നുണ്ടെങ്കിൽ എന്താണ് C × R ആണ് അതിന് ടൈം കോൺസ്റ്റൻ്റ്. അത് നമുക്ക് നെക്സ്റ്റ് ആ ഒരു Q ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ടൈം വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി കുറച്ച് ടൈംസുകളാണ്, അത് നോക്കാം. റെസിപ്രോക്കൽ ഓഫ് ദ ഇംപിഡൻസ്, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, ഓപ്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയോളുക. റെസിപ്രോക്കൽ ഓഫ് ദ ഇംപിഡൻസ് എന്ന് പറയുന്ന പേരാണ് അഡ്മിറ്റൻസ്. Y കൊണ്ട് സൂചിപ്പിക്കും. സോ Y = 1/Z. അപ്പോൾ ഇംപിഡൻസിൻ്റെ റെസിപ്രോക്കൽ അഡ്മിറ്റൻസ്. നെക്സ്റ്റ് റിയാക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് സസെപ്റ്റൻസ് എന്ന് പറയും, B. അപ്പോൾ ഇംപിഡൻസിൻ്റെത് അഡ്മിറ്റൻസ്, അതേപോലെ റിയാക്റ്റൻസിൻ്റെത് സസെപ്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ നമുക്ക് പഠിച്ചിട്ടുണ്ട് കണ്ടക്റ്റൻസ്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് I നമുക്ക് V/Z. നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു I V/ഇംപിഡൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് / ഇംപിഡൻസ്. 1/Z എന്ന് പറയുന്നത് എന്താണ്, അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തും എഴുതാം, V × Y എന്നും എഴുതാം. നെക്സ്റ്റ് ഒരു പാരലൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/, എഫക്റ്റീവ് റെസിസ്റ്റൻസ് = 1/R1 + R2 + R3 ആണെന്ന് എഴുതാം. സിമിലർലി ഇവിടെ ഒരു ഇംപിഡൻസിൻ്റെ കേസ് വന്നാലും അത് തന്നെയാണ്. ഒരു പാരലൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 1/Z = Z1 + 1/Z1 + 1/Z2 + etc. ഇനി നേരെ നമ്മൾ 1/Z എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്മിറ്റൻസ് ആണ്. സോ അഡ്മിറ്റൻസ് = Y1 + Y2 + Y3. ഓക്കെ. പിന്നെ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. Y = ദാറ്റ് മീൻസ് നമുക്ക് ഇംപിഡൻസിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല. ഇംപിഡൻസ് Z = √R² + X² ആണ്. റെസിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് റിയാക്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. നേരെ റെസിപ്രോക്കൽ എടുക്കാം. ഇസഡിൻ്റെ റെസിപ്രോക്കൽ Y. സോ Y = √R-ൻ്റെ റെസിപ്രോക്കൽ R. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ കണ്ടക്റ്റൻസ് ആണ്. സോ G² പ്ലസ് റിയാക്റ്റൻസ് X-ൻ്റെ റെസിപ്രോക്കൽ സസെപ്റ്റൻസ് ആണ്. സോ X-ന് പകരം ഇവിടെ B². സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. Y = √G² + B². Y മീൻസ് അഡ്മിറ്റൻസ്, G മീൻസ് കണ്ടക്റ്റൻസ്, B മീൻസ്
സസെപ്റ്റൻസ്. ഓക്കെ, ഇനി ആ ഫൈ ടാൻ ഇൻവേഴ്സ് ബി ഡിവൈഡ് ബൈ ജി എന്നും നോക്കിയിരിക്കാം. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ സസെപ്റ്റൻസ്, ജി എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ്. സോ ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നമുക്ക് ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് നോക്കാം. ക്യൂ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് reactance of either inductance or capacitance. That means capacitive reactance or inductive reactance at resonant frequency to the total resistance. അപ്പോൾ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓർ കപ്പാസിറ്റീവ് റിയാക്ടൻസ് അറ്റ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താണ്, റെസൊണന്റ് ഫ്രീക്വൻസിന് എന്തായാലും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും സെയിം ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും എഴുതാൻ പറ്റും. സോ റേഷ്യോ ഓഫ് ഏതർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓർ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ടു ദ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് എൽ ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് സി ഡിവൈഡ് ബൈ ആർ എന്ന് വേണമെങ്കിൽ എഴുതാം. കാര്യം റെസൊണൻസ് കണ്ടീഷനിൽ എക്സ് എല്ലിൻ്റെ വാല്യൂം എക്സ് സിയുടെ വാല്യൂം എന്താണ്, സെയിം ആണ്. സോ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക, ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് എൽ ഡിവൈഡ് ബൈ ആർ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു മാഗ്നിഫൈസ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ നോക്കിയായിരുന്നു ഒമേഗ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ആർ. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് സി ഡിവൈഡ് ബൈ ആർ. എക്സ് സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് 1 ഡിവൈഡ് ബൈ ഒമേഗ സി ആണെന്ന് നമുക്കറിയാം എക്സ് സിയുടെ വാല്യൂ. സോ എക്സ് സിയുടെ വാല്യൂ 1 ഡിവൈഡ് ബൈ ഒമേഗ സി ആണെന്ന് അറിയാം. സോ ആൻസർ എന്ത് വരും, 1 ഡിവൈഡ് ബൈ ഒമേഗ സി ഇൻറ്റു ആർ എന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഈ 4 ഇക്വേഷൻസ്, ക്യൂ ഫാക്ടറിന് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിന് ഇക്വേഷൻ എക്സ് എൽ ഡിവൈഡ് ബൈ ആർ അല്ലെങ്കിൽ എക്സ് സി ഡിവൈഡ് ബൈ ആർ, എക്സ് എൽ ഡിവൈഡ് ബൈ ആർ അല്ലെങ്കിൽ ഒമേഗ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ആർ അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ ഒമേഗ സി ആർ. ഇനി നമുക്ക് ക്യൂ ഫാക്ടർ നമുക്ക് ഹാഫ് പവർ ഫ്രീക്വൻസിയുടെ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു RLC സർക്യൂട്ടിൻ്റെ പവറും ഫ്രീക്വൻസിയും നമുക്ക് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് പവറിൻ്റെ വാല്യൂ കൂടി ഏതൊരു മാക്സിമം വാല്യൂ എത്തും. അതിനുശേഷം ഫ്രീക്വൻസി ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യും, ആ പവറിൻ്റെ വാല്യൂ കുറയും. സോ ഈ മാക്സിമം പവർ പി മാക്സ് അല്ലെങ്കിൽ ഈ മാക്സിമം പവർ കിട്ടുന്ന ഫ്രീക്വൻസിക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന പേരാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി. ആ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, റെസൊണൻറ്റ് ഫ്രീക്വൻസിയിലാണ് മാക്സിമം പവർ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതാണ് ആ റെസൊണൻറ്റ് ഫ്രീക്വൻസി. ആ റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്. ഇത് പി മാക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി, അതായത് പി മാക്സ് ഡിവൈഡ് ബൈ 2, പി മാക്സ് ഡിവൈഡ് ബൈ 2 ഇതാണ് ഹാഫ് പവർ എന്ന് പറയുന്നത്. ഈ ഹാഫ് പവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഈ F1 ആൻഡ് F2. ഈ F1 നമ്മൾ പറയും ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയും, F2 നമ്മൾ പറയും അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയും. ഈ F എന്ന് പറയുന്നത് റെസൊണൻറ്റ് ഫ്രീക്വൻസിയാണ്. സോ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ നമുക്ക് വേറൊരു ഇക്വേഷൻ കൊടുക്കാം, FR ഡിവൈഡ് ബൈ F2 മൈനസ് F1 എന്നും കൊടുക്കാം. സോ FR എന്ന് പറഞ്ഞാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി, F2 മൈനസ് F1 അതായത് അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി മൈനസ് അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് കൊടുക്കുമ്പോൾ ഈ F2 മൈനസ് F1 ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാൻഡ് വിഡ്ത്ത്. സോ പുതിയൊരു ടൈം നമ്മൾ പഠിക്കുന്നു ബാൻഡ് വിഡ്ത്ത്. സോ ദിസ് ഈസ് ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ നമ്മൾ ക്യൂ ഫാക്ടറിന് വേറെ ഇക്വേഷൻ കൊണ്ട് സൂചിപ്പിക്കാം. ക്യൂ ഫാക്ടർ ക്യൂ ഈസ് ഈക്വൽ ടു റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. അങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം. കാര്യം F2 മൈനസ് അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസി മൈനസ് ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് F2 മൈനസ് F1 എന്ന് പറഞ്ഞാൽ എന്താണ്, ബാൻഡ് വിഡ്ത്താണ്. സോ ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. സോ ക്യൂ ഫാക്ടർ നമ്മൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു. ഇനി ഒരു 2 ഇക്വേഷനും കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു റെസൊണൻറ്റ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഇനി RLC സീരീസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ റൂട്ട് എൽ ഡിവൈഡ് ബൈ സി പഠിച്ചു വെച്ചേക്കുക. ആവശ്യം വരും, ചില പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഫാക്ടർ സീരീസ് സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ആർ റൂട്ട് എൽ ഡിവൈഡ് ബൈ സി. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചു ഒമേഗ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ആർ അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ ഒമേഗ ആർ സി. ഓക്കെ, ഇതൊരു സീരീസ് സർക്യൂട്ടിൻ്റെ കേസിലുള്ള ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ്. നെക്സ്റ്റ് ഒരു പാരലൽ സർക്യൂട്ടിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഈ സീരീസ് സർക്യൂട്ടിന് ആ ഇക്വേഷൻ എന്താണോ അതിന് നേരെ റെസിപ്രോക്കൽ. സോ 1/r റെസിപ്രോക്കൽ ആർ റൂട്ട് എൽ ഡിവൈഡ് ബൈ സി അങ്ങനെ നമുക്ക് റൂട്ട് സി ഡിവൈഡ് ബൈ എൽ. ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും പാരലൽ LCR സർക്യൂട്ടിൻ്റെ
ക്യൂ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഇവിടെ അത് കണക്ക് നേരെ റെസിപ്രോക്കൽ ആവും. സോ ഒമേഗ എൽ ഡിവൈഡ് ബൈ ആർ എന്ന് പറയുമ്പോൾ ആർ ഡിവൈഡ് ബൈ ഒമേഗ എൽ, 1 ഡിവൈഡ് ബൈ ഒമേഗ ആർ സി എന്ന് പറയുന്നത് ഒമേഗ ആർ സി ആയിട്ട് റെസിപ്രോക്കലായിട്ട് മാറും. സോ ഇത്രയും ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇന്ന് എഴുതിയെടുത്ത് വെച്ചേക്കുക. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ 3-4 ഇക്വേഷൻസ് പഠിച്ചു. സീരീസ് സർക്യൂട്ടിനും പാരലൽ സർക്യൂട്ടിനും ഡിഫറൻഷ്യേറ്റ് ചെയ്തും പഠിച്ചു. സോ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എ കപ്പാസിറ്റർ, ഫസ്റ്റ് ഓപ്ഷൻ ഓഫേഴ്സ് ഈസി പാത്ത് ടു എ സി ബട്ട് ബ്ലോക്ക് ഡി സി, ഓഫേഴ്സ് ഈസി പാത്ത് ടു ഡി സി ബട്ട് ബ്ലോക്ക് എ സി, ഓഫേഴ്സ് ഈസി പാത്ത് ടു ബോത്ത് എ സി ആൻഡ് ഡി സി ബ്ലോക്ക് എ സി. കപ്പാസിറ്ററിനെ പറ്റി നമുക്കറിയാം. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, എ സിയെ കടത്തിവിടും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റർ ആ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതിൻ്റെ ഇക്വേഷനാണ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2πfc. പക്ഷേ ഡി സിയുടെ കേസാണെന്നുണ്ട്. ഡി സിക്ക് നമുക്കറിയാം ഫ്രീക്വൻസി ഇല്ല. സോ ഡി സിക്ക് എഫ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ എഫ് 0 ആയാൽ ഡിനോമിനേറ്ററിൽ 0 ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, ഇൻഫിനിറ്റി ആയിട്ട് മാറും. സോ എഫ് 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന കപ്പാസിറ്റർ ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് കൂടുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടെ കറണ്ട് കടത്തിവിടാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഡി സി എന്ത് ചെയ്യുന്നു, കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുന്നു, എ സി കടത്തിവിടുന്നു. സോ ആൻസർ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ്. സസെപ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ചോദിച്ചേക്കുന്നത്. സസെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബി, സസെപ്റ്റൻസ് ബി എ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിവൈഡ് ബൈ എന്തിൻ്റെ റെസിപ്രോക്കലാണ് സസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. സോ റെസിപ്രോക്കൽ റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം 1 ഡിവൈഡ് ബൈ ഓം. 1 ഡിവൈഡ് ബൈ ഓം എന്ന് പറഞ്ഞാൽ ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു യൂണിറ്റ് ഉണ്ട്, സീമൻസ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓം ഇൻവേഴ്സും സീമൻസ് ഒക്കെ എന്തിൻ്റെ യൂണിറ്റും കൂടെയാണ്, കണ്ടക്ടൻസിൻ്റെ യൂണിറ്റും കൂടെയാണ്. അപ്പോൾ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റും സസെപ്റ്റൻസിൻ്റെ യൂണിറ്റും എന്താണ്, സെയിം ആണ്, ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ സീമൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻഡക്ടർ സപ്ലൈസ് വിത്ത് 50 വോൾട്ട് എ സി. സോ വോൾട്ടേജിൻ്റെ വാല്യൂ വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 10 kHz, എഫിൻ്റെ വാല്യൂ പാസസ് എ കറണ്ട്, ഐയുടെ വാല്യൂ 7.96 mA. ദ വാല്യൂ ഓഫ് ദ ഇൻഡക്ടർ ഈസ് ഡാഷ്. ഇൻഡക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് മീൻസ് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് റിയാക്ടൻസ് മീൻസ് ഒരു റെസിസ്റ്റൻസ് ആണ്. സോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. സോ വോൾട്ടേജിൻ്റെ വാല്യൂ ഉണ്ട്, കറണ്ടിൻ്റെ വാല്യൂ ഉണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വിയും ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടി. എക്സലിൻ്റെ വാല്യൂ കിട്ടി. പക്ഷേ എക്സലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സൽ ഈസ് ഈക്വൽ ടു 2πfl ആണെന്ന് അറിയാം നമുക്ക്. പക്ഷേ നമുക്കിവിടെ വേണ്ട എന്താണ്, എല്ലിൻ്റെ വാല്യൂ മതി. സോ എൽ ഈസ് ഈക്വൽ ടു എക്സൽ ഡിവൈഡ് ബൈ 2πf. സോ എക്സലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 6.28 × 10⁻³ ഇനി 2π ഇൻറ്റു എഫിൻ്റെ വാല്യൂ 10 kHz ആണ്. സോ 10 × 10⁻³ Hz. സോ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ 0.0999 Hz എന്ന് കിട്ടുന്നു. സോ നമുക്ക് അതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് 0.1 Hz എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എല്ലാം യൂണിറ്റ് എല്ലാം മില്ലി ഹെൻറിയിലാണ്. സോ 0.1 Hz എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു 1000 മില്ലി ഹെൻറി. സോ ഇൻറ്റു 1000 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.1 × 1000 കൊടുക്കുമ്പോൾ നമുക്ക് 100 മില്ലി ഹെൻറി എന്ന് ആൻസർ കിട്ടുന്നു. സോ ആൻസർ ഈസ് 100 മില്ലി ഹെൻറി. സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 35 picocoulombs ഓഫ് ചാർജ് മൂവ്. അപ്പോൾ നമുക്ക് കൂളം ദാറ്റ് മീൻസ് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ ക്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, 35 picocoulombs ഓഫ് ചാർജ് മൂവ് പാസ്റ്റ് എ പോയിന്റ് ഇൻ എ വയർ എവരി 1 millisecond. സോ ടൈമിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 millisecond. ദ കറണ്ട് ഇൻ ദ വയർ വിൽ ബി. സോ ക്യൂവും ഉണ്ട് ഐയും ഉണ്ട്. ക്യൂ ഉണ്ട്, ചാർജ് ഉണ്ട്, ഐ ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഐ ഇല്ല, ടി. ഓക്കെ, ക്യൂ ചാർജ് ഉണ്ട്, ക്യൂ ഉണ്ട്, ടി ഉണ്ട്. കണ്ടുപിടിക്കേണ്ട ഐയുടെ വാല്യൂ. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ടി. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ആൻസർ കൊടുക്കുന്നു, വാല്യൂസ് കൊടുക്കുന്നു, ആൻസർ 10⁻⁹ വന്നാൽ നാനോ. സോ 35 നാനോ ആംപിയർ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ.
Next one, a series combination of RLC circuit. ഒരു RLC സർക്യൂട്ടിൻ്റെ സീരീസ് കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എൻ AC സോഴ്സ്. ഒരു AC സോഴ്സ്. ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് 3 ohm, സോ ആറിൻ്റെ വാല്യൂ ഉണ്ട് 3 ohm, ആൻഡ് ദ റിയാക്ടൻസ് ഈസ് 4 ohm. സോ എക്സിൻ്റെ വാല്യൂ ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ഉണ്ട്. വാട്ട് ഈസ് ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട്? ആറിൻ്റെ വാല്യൂം എക്സിൻ്റെ വാല്യൂം ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ ഇക്വേഷൻ നമുക്കറിയാം R/Z ആണെന്നറിയാം. പക്ഷേ ആറിൻ്റെ വാല്യൂ ഉള്ളൂ, ഇസഡിൻ്റെ വാല്യൂ ഇല്ല. സോ ഇസഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Z ഈസ് ഈക്വൽ ടു √R² പ്ലസ് X² ആണെന്നറിയാം. സോ കണ്ടുപിടിക്കുന്നു Z ഈസ് ഈക്വൽ √R² പ്ലസ് X², √3² പ്ലസ് 4². ആൻസർ 5 എന്ന് കിട്ടുന്നു. സോ ആറും ഇസഡും കിട്ടിയാൽ നമുക്ക് ആൻസർ എഴുതാം R/Z ആണ് പവർ ഫാക്ടർ. സോ cos 5 ഈസ് ഈക്വൽ ടു R/Z, 3/5 ഈസ് ഈക്വൽ ടു 0.6. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ AC സർക്യൂട്ട് എ റെസിസ്റ്റൻസ് ഓഫ് R ohm, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് R ohm ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ ഇൻഡക്റ്റൻസ് L, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ N. ഇഫ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ബി 45. സോ ഫൈയുടെ വാല്യൂ 45. ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിൽ ബി ഡാഷ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ടാൻ ഫൈയുടെ വാല്യൂ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞായിരുന്നു. ടാൻ ഫൈയുടെ വാല്യൂ എന്താണ്? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL മൈനസ് XC ഡിവൈഡ് ബൈ R എന്ന് നോക്കിയായിരുന്നു അല്ലേ. സോ ഇവിടെ C ഇല്ല, ആറും എല്ലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തില്ല? XC ഇല്ല. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? XL മാത്രമേ ഉള്ളൂ. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL ഡിവൈഡ് ബൈ R. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL ഡിവൈഡ് ബൈ R. ഇതിന് എക്സലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എക്സലിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. പാർട്ട് ബൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ എക്സലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷൻ നമ്മൾ XL ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ R ഇൻറ്റു ടാൻ ഫൈ. സോ R ഇവിടെ ഉണ്ട്, ഫൈ ഫേസ് ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്നുണ്ട്. സോ R ഇൻറ്റു ടാൻ 45, ടാൻ 45 1. സോ R ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു R. സോ ഓപ്ഷൻ ഈസ് C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ AC സോഴ്സ്, ആറിൻ്റെ വാല്യൂ റെസിസ്റ്റൻസ് വാല്യൂ 36 ohm, ഫ്രീക്വൻസി 50 Hz, എല്ലിൻ്റെ വാല്യൂ 0.12 ഹെൻറി, 0.12 ഹെൻറി. ദെൻ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഫേസ് ഡിഫറൻസ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഫൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആറിൻ്റെ വാല്യൂ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, എല്ലിൻ്റെ വാല്യൂ 0.12 ഉണ്ട്. സോ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആറും എല്ലും ആണുള്ളത്. സോ ഇവിടെ സീനെ പറ്റി പറഞ്ഞില്ല. സോ XC ഇല്ല. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു XL ഡിവൈഡ് ബൈ R. എക്സലിൻ്റെ വാല്യൂ നമുക്കറിയാം. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അതിൻ്റെ വാല്യൂ 2πfL ഡിവൈഡ് ബൈ R. 2π ഉണ്ട്. ഓക്കെ. എഫിൻ്റെ വാല്യൂ 50 തന്നിട്ടുണ്ട്. എല്ലിൻ്റെ വാല്യൂ 0.12 ഉണ്ട് ഡിവൈഡ് ബൈ R. ആറിൻ്റെ വാല്യൂ 36. സോ ചെയ്യുമ്പോൾ നമുക്ക് 1.0467 എന്ന് കിട്ടുന്നു. സോ ഫൈയുടെ വാല്യൂ, ടാൻ ഫൈയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് വേണ്ടത് ഫേസ് ഡിഫറൻസ്, ഫൈയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.0467. സോ ടാൻ ഇൻവേഴ്സ് 1, ടാൻ്റെ ഏത് വാല്യൂ ആണ് 1 നമുക്കറിയാം, 45 ആണല്ലേ. സോ 1.0 സംതിങ്. അപ്പോൾ എന്തിനായിരിക്കും? നിയർലി 45 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സർക്യൂട്ട് എന്നത് ഈ സർക്യൂട്ടിൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഫോർ ദ സർക്യൂട്ട് ഷോൺ ദ ഫിഗർ Q ഈസ് നിയർലി, ദാറ്റ് മീൻസ് കണ്ടുപിടിക്കേണ്ട Q ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് എന്ത് സർക്യൂട്ടാണ് നമുക്കറിയാം? ഒരു RLC സീരീസ് സർക്യൂട്ടാണ് അല്ലേ. സോ ആറും എല്ലും C ഇവിടെ സീരീസ് ആയിരുന്നു കണക്ട് ചെയ്തേക്കുന്നത്. സോ സീരീസ് സർക്യൂട്ടിൻ്റെ Q ഫാക്ടർ ഇക്വേഷൻ നമുക്കറിയാം, 1 ഡിവൈഡ് ബൈ R ൻ്റെ റൂട്ട് ഓഫ് L ഡിവൈഡ് ബൈ C. എല്ലത്തിൻ്റെ വാല്യൂ ഉണ്ട്. ആറിൻ്റെ വാല്യൂ 50 ohm, എല്ലിൻ്റെ വാല്യൂ 100 മില്ലി ഹെൻറി. മില്ലി ഹെൻറി എന്ന് പറയുമ്പോൾ 10⁻³ 100 ഇൻറ്റു 10⁻³ -3 ഹെൻറി. നെക്സ്റ്റ് 0.1 മൈക്രോഫാരഡ്. 0.1 മൈക്രോഫാരഡ് എന്ന് പറയുമ്പോൾ 10⁻⁶. സോ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു? 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ 35 പൈക്കോകൂളം എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പൈക്കോകൂളത്തിന് നമ്മൾ കൂളമാക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നത്? 10⁻⁻12 ഓർത്ത് വെച്ചോടെ. നാനോ ആണെന്നുണ്ടെങ്കിൽ 10⁻⁻9, പൈക്കോകൂളം ആണെന്നുണ്ടെങ്കിൽ 10⁻12. ഓക്കെ. 35 പൈക്കോകൂളംസിൻ്റെ കൂളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഇൻ ദ സർക്യൂട്ട് വാട്ട് വിൽ ഹാപ്പൻ വെൻ L ഇൻക്രീസസ്. സോ എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ്. ഒരു 4 ഓപ്ഷനുണ്ട്.
bandwidth will increase, resonance frequency will increase, Q will increase, resonance frequency will decrease എന്നൊക്കെ കൊടുത്തേക്കുന്നത്. സോ എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? സോ ഇതിൻ്റെ രണ്ടിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ഒരു സീരീസ് സർക്യൂട്ടിലെ റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റെസൊണൻറ്റ് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 1/2π√LC. ഇതാണ് നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇൻ ദ സർക്യൂട്ട് വാട്ട് വിൽ ഹാപ്പൻ വെൻ എൽ ഈസ് ഇൻക്രീസസ്. സോ ഈ എൽ ഇൻക്രീസ് ചെയ്താൽ ഈ ഫ്രീക്വൻസിക്ക് എന്ത് മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഇത് ഡിനോമിനേറ്റർ ടൈമാണ് അല്ലേ, ഡിനോമിനേറ്റർ ടൈമാണ് എല്ലും സിയും ഒക്കെ. സോ എൽ ഇൻക്രീസ് ചെയ്താൽ എഫിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ. സോ റെസൊണൻസ് ഫ്രീക്വൻസി വിൽ ഡിക്രീസ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ വെൻ സി ഈസ് ഡിക്രീസസ്. സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ, ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിലെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? സോ ഡിനോമിനേറ്ററിലെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ എഫിൻ്റെ വാല്യൂ എന്താവും? ഇൻക്രീസ് ആവും. സോ ഓപ്ഷൻ ഏതായിരിക്കും? റെസൊണൻസ് ഫ്രീക്വൻസി. അങ്ങനെ ഓപ്ഷൻ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ സിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ എഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും അല്ലേ. സോ എഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ആവും എന്നൊരു ടേം ഇതിൻ്റെ അകത്തില്ല. സോ ഏതായിരിക്കും ആൻസർ? ഡി ആയിരിക്കും. നൺ ഓഫ് ദീസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ ഇഫ് സി ഈസ്, അപ്പോൾ എൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇൻക്രീസ് ഇൻ സി റെസൊണൻസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പോൾ സി ഇൻക്രീസ് ആയാൽ റെസൊണൻസ് ഫ്രീക്വൻസി ഡിക്രീസ് ആവും. ഓക്കെ, കാര്യം എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 2π√of LC എന്നാണ്. സോ എല്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയാലും സിയുടെ വാല്യൂ ഇൻക്രീസ് ആയാലും എഫിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. ന്യൂമറേറ്ററിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ ഡിക്രീസ് ആവും. സോ ന്യൂമറേറ്റർ വാല്യൂ ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസി വാല്യൂ ഇൻക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിഞ്ഞു. RLC സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു സെഷൻ ഇവിടെ കഴിഞ്ഞു. അതിൻ്റെ നമുക്ക് എക്സ്പെക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.